അഭിലാഷേ, ഇത് ഞാൻ അങ്ങനെയല്ല ഇതിനെ കാണുന്നത്. നമ്മുടെ ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ നമ്മോട് സംസാരിച്ച ആ സഹോദരി ബിന്ദു, അവരുടെ മുഖമൊന്ന് ഉയർന്നു നിൽക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അവരിപ്പോഴും അപമാനഭാരത്താൽ നിൽക്കുകയാണ്. അവർക്ക് ഇപ്പോഴും അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. ഈ സമൂഹമൊക്കെ ഭൂരിപക്ഷവും മഹാഭൂരിപക്ഷവും ഒപ്പം നിന്നിട്ട് പോലും ആ പാവപ്പെട്ട സ്ത്രീക്ക് ശിരസ് ഉയർത്തി നിന്ന് നമ്മോട് സംസാരിക്കാൻ പോലും പറ്റാത്തത്ര ആക്ഷേപിക്കപ്പെട്ട ഒരു സാഹചര്യം. അവരുടെ ചങ്കുറപ്പിനെ ഞാൻ അഭിനന്ദിക്കുക. അതിനോടൊപ്പം നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഇരട്ട ചങ്കിനേക്കാൾ വലിയ ശക്തിയുണ്ട് അവരുടെ ചങ്കുറപ്പിന്. അവർ ഇന്നും ജീവനോടെ ഇരിക്കുന്നില്ലേ? ഇതുപോലെ ആക്ഷേപം നേരിട്ടിട്ട്, അധിക്ഷേപം നേരിട്ടിട്ട്. ഞാൻ ചോദിക്കുന്ന, കേരളത്തിലെ പോലീസിന് മനുഷ്യരുടെ തൊലിയുടെ നിറം കാണുമ്പോൾ കറുത്തവനാണെങ്കിൽ അവനെ കള്ളനാക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭരിക്കുന്നതെന്ന് ഇവർ നിരന്തരം പറയുന്നുണ്ട്. പാവപ്പെട്ടവരുടെ പാർട്ടിയാണെന്ന് നിരന്തരം പറയുന്നത്. കറുത്തവന്റെ തൊലി കാണുമ്പോൾ അവനെ കള്ളനാക്കാൻ എത്ര എളുപ്പത്തിലാണ് പോലീസിന് പറ്റുന്നത്? അല്ലെങ്കിൽ അവർക്ക് കക്കൂസ് വെള്ളം കുടിക്കാൻ കൊടുക്കുന്ന ആ രാഷ്ട്രീയ ബോധ്യം കേരളത്തിലെ പോലീസിന് എങ്ങനെയാണ് കിട്ടുന്നത്? അല്ലെങ്കിൽ ഈ തരത്തിലുള്ള മനുഷ്യരെ കൊഞ്ഞനം കുത്തുന്ന എത്രയോ അവസരങ്ങൾ നമ്മൾ കാണുന്നു. ഞാൻ പറയുന്നത്, ഇവരൊന്നും ഇടതുപക്ഷമാണെന്ന് നമ്മൾ വിചാരിക്കരുത്. RSSന്റെ ഇടത് കക്ഷത്തിൽ തല വച്ചിരിക്കുന്ന ആളുകളാണ് ഇവർ. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും RSSന്റെ ശാഖയ്ക്ക് തുല്യമായിട്ട് മീറ്റിംഗ് കൂടാൻ സൗകര്യം കിട്ടുകയും അവരൊക്കെ വളരെ ലളിതമായ ശിക്ഷാ നടപടിയിലൂടെ കടത്തിവിട്ട് സംരക്ഷിക്കുന്ന നിലപാടൊക്കെ കേരളത്തിൽ നടക്കുമ്പോൾ, ദളിതരും ആദിവാസികളും പാവപ്പെട്ട മനുഷ്യരും പണമില്ലാത്തവരും യാതൊരു പ്രിവിലേജും ഇല്ലാത്തവർ ഇങ്ങനെ നിരന്തരം വേട്ടയാടപ്പെടും. ഈ പറഞ്ഞ ബിന്ദുവിനെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അങ്ങോട്ട് വിളിച്ച് നിയമസഹായവും നീതിയുടെ പിന്തുണയും ഒക്കെ കൊടുത്തോ? ഞാൻ കണ്ടില്ല. ഇതുവരെ അങ്ങനെ ഒരു വാർത്ത കേട്ടില്ല. ഇവിടെ പ്രൗഢിയും പ്രശസ്തിയും പണവും മറ്റ് സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ പണക്കൊഴുപ്പുള്ള ആളുകളെ, സവർണ മേധാവിത്വത്തിന്റെ ജാതിവാലുകൾ പേരുന്ന ആളുകളെയൊക്കെ വിളിച്ച് ആശ്വസിപ്പിക്കാൻ കേരളത്തിലെ മന്ത്രിമാർ തിരക്ക് കൂട്ടുമായിരുന്നു. ബിന്ദുവിനെ സന്ദർശിക്കുന്നത് ഞാൻ കണ്ടില്ല. ആ സ്ത്രീക്ക് നേരിട്ട അപമാന ഭാരതത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ പൊതുസമൂഹത്തിന് കൂടിയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുക. കാരണം ഇവിടെ CPMന്റെ പ്രതിനിധി പറഞ്ഞെന്താ, ഒറ്റപ്പെട്ട സംഭവമാണത്രേ. ഒറ്റപ്പെട്ട സംഭവം അല്ല എന്ന് പറയാൻ കാരണം 2016 മെയ് മാസം 25-ാം തീയതിക്ക് ശേഷം കേരളത്തിൽ നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. കൊല്ലത്ത് 2017 രാജീവും ഷിബുവും അടക്കമുള്ള ആളുകൾ പോലീസ് 5 ദിവസക്കാലം കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ചിട്ട് അവസാനം കേസിൽ പ്രതിയല്ല എന്ന് പറഞ്ഞ് പുറത്തുവിട്ടു. ഇനി നിങ്ങൾ പരാതി കൊടുത്താൽ നിങ്ങളെ പ്രതിയാക്കുമെന്ന് പറഞ്ഞു. അതുപോലെ അതിനുശേഷം നെന്മാറ ഒലിപ്പാറയിലെ ആദിവാസി കോളനിയിലെ ബാബുവിന്റെ സംഭവം, അതിനുശേഷം ഏങ്കണ്ടിയൂരിലെ വിനായകൻ എങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പുറത്തു വന്നിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു, നേരിട്ടിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള അക്രമം, അതിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് ഇതേവരെ പറ്റിയിട്ടുണ്ടോ? ആ അന്വേഷണം എവിടം വരെ എത്തി? അല്ലെങ്കിൽ കൽപ്പറ്റയിലെ ഗോകുൽ എങ്ങനെയാ പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? കുറ്റ്യാടിയിലെ ആതിര പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ആശുപത്രി മാനേജ്മെന്റിന് കൈമാറി കൊടുക്കുകയാണ്. കുറ്റമൊന്നില്ല എന്ന് പറഞ്ഞിട്ട് ആതിര ആത്മഹത്യ ചെയ്തു. അതിന്റെ ഉത്തരവാദികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തോ? വടയമ്പാടിയിലെ ഈ ദളിതരുടെ സമരത്തിനെതിരെ നടത്തിയ പോലീസിന്റെ ലാത്തിയടി, അങ്ങനെ ഹരിപ്പാട് കോളനിയിൽ നടത്തിയ റെയ്ഡ് അടക്കം നൂറുകണക്കിന് സംഭവമുണ്ട്. കേരളത്തിലെ പോലീസ് ആദിവാസികൾക്കും ദളിതർക്കും എതിരെ നടത്തുന്ന ആസൂത്രിത അക്രമങ്ങളെ കുറിച്ച് പറയാൻ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട്, നിങ്ങൾ ഇടതുപക്ഷമല്ല, സവർണ മേധാവിത്വത്തിന്റെ RSS പക്ഷമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എനിക്കിതിൽ ദുഃഖമല്ല ഉള്ളത്, എനിക്ക് വല്ലാത്ത സങ്കടമാണുള്ളത്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ CPMന്റെ പ്രതിനിധി ദുഃഖം എന്ന് പറയുന്നത്? ദുഃഖം നടത്തേണ്ടത് മറ്റാളുകളാ. നിങ്ങൾ നടപടി സ്വീകരിക്കേണ്ട പക്ഷ നിങ്ങളാണ് ഈ കേരളത്തിലെ ഭരണപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ. മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന മുഖം 15 കോടി രൂപ ചെലവഴിച്ച് ഈ കേരളത്തിന്റെ തെരുവിൽ പ്രദർശിപ്പിക്കുകയല്ല ചെയ്യേണ്ടേ. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ചിരിക്കാൻ തോന്നണം. അതിനു പകരം ഈ തരത്തിൽ പീഡനമേൽക്കുന്ന മനുഷ്യരുടെ മുമ്പിലേക്ക് മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന മുഖം 15 കോടി രൂപയ്ക്ക് ഫ്ലെക്സ് അടിച്ചു വെച്ചിട്ട് ചിരിച്ചോ ഹാപ്പിനെസ് ഇൻഡെക്സിൽ കേരളം 1-ാം സ്ഥാനത്താണെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ ആർക്കും ചിരി വരില്ല. നമ്മൾ എത്രയോ മനുഷ്യരുടെ മരണത്തിലേക്ക് വിട്ട കേരളത്തിലെ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു? എത്രത്തോളം നടപടി സ്വീകരിച്ചു? പകരം കൊഞ്ഞനം കുത്തുകയല്ലേ ചെയ്തേ. ഒരു കാര്യം കൂടി പറയട്ടെ അഭിലാഷേ, ഇവിടെ അദ്ദേഹം പറഞ്ഞ എന്താ, ജനക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ആരും അധികം പറയുന്നില്ലെന്ന്. അങ്ങനെ പറയാൻ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകണ്ടേ? 10,000 മനുഷ്യരുടെ ഇടയിലേക്ക് ഒരു പൊട്ടി തുന്നിയ ചെരുപ്പും കീറി തുന്നിയ കതർ കുപ്പായവും ഇട്ടിറങ്ങിയ ഉമ്മൻചാണ്ടി ഉണ്ട്. ഇവിടെ 900 പോലീസിന്റെയും 24 കവചിത വാഹനങ്ങളുടെ അകമ്പടിയോടെ നടക്കുന്ന മുഖ്യമന്ത്രിയെ കാണാൻ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ കാണാൻ പോയപ്പോൾ ആ പരാതി ഒന്നും വായിക്കാതെ നിങ്ങൾ കോടതി പൊക്കോളാൻ പറയുമ്പോൾ അത് കൊടുക്കുന്ന സന്ദേശം എന്താ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പൊതുജന ശ്രദ്ധയിൽ വന്നപ്പോൾ, മാധ്യമ ശ്രദ്ധയിൽ വന്നപ്പോൾ നടപടിയെടുത്തു എന്ന് പറയുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അഭിലാഷേ, ഈ മാല കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ബിന്ദു അല്ല മോഷ്ടിച്ചത് എന്നുള്ളത് നമുക്കൊക്കെ വ്യക്തമായല്ലോ. ഈ മാല കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഇന്നും കേരളത്തിന്റെ പൊതു മനസാക്ഷിക്ക് മുമ്പിൽ ബിന്ദു ഒരു മോഷ്ടാവായിട്ട് തന്നെ ഇരിക്കില്ലേ? അവിടെയാണ് ഇതിൽ പ്രശ്നം കിടക്കുന്നത്. മാല കണ്ടെത്തിയത് കൊണ്ട് മാത്രം, സത്യം പുറത്തു വന്നത് കൊണ്ട് മാത്രമാണ് ബിന്ദു കുറ്റത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നത്. കായംകുളത്തെ MLAയുടെ മകന്റെ കഞ്ചാവ് കേസിൽ ആ കുട്ടിയോട് കാണിച്ച കനിവ് പോലും ബിന്ദുവിനോട് കാണിക്കാൻ കേരള പോലീസിന് കഴിയുന്നില്ലെങ്കിൽ, ഈ ബിന്ദുവിനെ പോലുള്ള ആളുകളെ ഊരി വിലക്കുന്ന കേരള പോലീസിനെ സേനയിൽ നിന്ന് വിലക്കാനായിട്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ശേഷിയില്ലെങ്കിൽ
നമ്മൾ ജീവിക്കുന്ന കേരളം സവർണ മേധാവിത്വം ഭരിക്കുന്ന കേരളത്തിലാണെന്ന് പറയേണ്ടി വരും. വലിയവന്റെ വീടൊക്കെ മിനുങ്ങി നിൽക്കുന്നത് ബിന്ദുവിനെ പോലുള്ള പാവപ്പെട്ട മനുഷ്യർ നിരന്തരം തേച്ച് മിനുക്കി വൃത്തിയാക്കുന്നത് കൊണ്ടാണ്. വലിയവന്റെ വീടിന്റെ ഉമ്മറം മിനുങ്ങി നിൽക്കുന്നത് ഇതുപോലെയുള്ള പാവപ്പെട്ട മനുഷ്യർ കഴിക്കാൻ പാത്രം കൊടുക്കാത്ത, അല്ലെങ്കിൽ കക്കൂസ് വെള്ളം കുടിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന, മരബഞ്ചിൽ 24 മണിക്കൂർ ഇരുന്ന് പീഡനം നേരിടേണ്ടി വരുന്ന മനുഷ്യർ വൃത്തിയാക്കി വെക്കുന്നത് കൊണ്ട് വൻകിടക്കാരുടെ വീടൊക്കെ മിനുങ്ങി നിൽക്കുന്നെന്നുള്ള പൊതുബോധം കൂടി നമ്മുടെ സമൂഹത്തിനും കൂടി ഉണ്ടാകണമെന്ന എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും വരാം.